ഹലോ, നമസ്കാരം. ഞാൻ റിക്കു. ഇപ്പോൾ നമ്മൾ ശരിക്കും എല്ലാവരും വാട്സപ്പിലൂടെയൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്ന കാലമാണ്. കാരണം കോവിഡൊക്കെയാണ്, അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വാട്സപ്പിലൂടെയൊക്കെ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ പല രീതിയിൽ മെസ്സേജ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം, നമുക്ക് ഇംഗ്ലീഷ് അങ്ങനെ പഠിക്കാൻ കഴിയുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സാധിക്കുന്നുണ്ടോ? ശരിക്കും ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? I feel if you are not shy to speak, then you can speak, then you can learn. If you are shy to speak in front of someone, you will be feeling shy every time. You will not able to speak because you are shy. First of all, you need to understand that English is not our mother tongue. It's a language from some other countries. So we are actually using this language to speak. That's it. So there will be mistakes. When we speak, there will be mistakes, of course, because it's not my mother tongue, or it's not our mother tongue. So we don't want to be shy, because if someone asks, it's not my mother tongue. If I'm speaking in Malayalam, or if I'm speaking in our own language, any local language which is our mother tongue, if you are making mistake on that language, it's okay, we understand, because it's our mother tongue. Then still you are making mistakes. But English is not like that. It's not our mother tongue. So when we make mistakes, make sure to correct it, so you will not make mistakes again on the same things. So it's better to make corrections on that. That's it. So first of all, what I need to tell you, that don't be shy to speak. Just speak. Open your mouth and speak. Whatever you know, just speak. So then you will learn. If you didn't speak, if you are not speaking out, then you will never learn. That's the main thing what I feel. എന്നെ അറിയുന്ന കുറച്ച് ആളുകളെങ്കിലും അറിയാമായിരിക്കും. ഞാൻ 10ാം ക്ലാസ് വരെ ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് സ്കൂളിൽ ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഉണ്ട് ഗവൺമെൻറ് സ്കൂളിൽ. അന്നത്തെ സമയത്തൊന്നും ഞങ്ങളുടെ വില്ലേജിലൊന്നും, ഞങ്ങളുടെ ഗ്രാമത്തിലൊന്നും ഇംഗ്ലീഷ് മീഡിയം ഒന്നും ഇല്ലായിരുന്നു ഗവൺമെൻറ് സ്കൂളിൽ. സാധാ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം എന്നിട്ട് ഞാനിപ്പം അറ്റ്ലീസ്റ്റ് ഞാൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നുണ്ട് ഇംഗ്ലീഷിലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നാണിക്കാതിരിക്കുക. നമ്മുടെ മദർ ടങ് ഒന്നുമല്ലോ ഇംഗ്ലീഷ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ യൂസ്. ഏത് ലാംഗ്വേജ് ആണെങ്കിലും, മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും എല്ലാം, ആ ലാംഗ്വേജ് കൊണ്ടുള്ള ഉദ്ദേശം ഇത്രമാത്രമാണ്: കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ, മറ്റൊരാളോട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ്. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ ഏതൊരു ഭാഷയും. അപ്പം കൂടുതൽ ആൾക്കാർക്ക് സംസാരിക്കുമ്പോൾ തെറ്റ് പറ്റുമോ എന്നുള്ളതാണ് പലരുടെയും പേടി. അങ്ങനെ സംശയിച്ച് അല്ലെങ്കിൽ പേടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്കും നാളെ ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കില്ല. കാരണം ഇതാണ്, അവർക്ക് പേടിയാണ് അത് തെറ്റുമോയെന്ന്. ഇന്ന് തെറ്റിയാൽ മാത്രമാണ് നാളെ നമ്മളത് ശരിയാക്കത്തുള്ളൂ. നമ്മൾ തെറ്റുമോ എന്നുള്ള പേടിയിൽ നമ്മൾ സംസാരിക്കാതിരുന്നാൽ ഒരിക്കലും നമ്മൾ ശരിയാക്കത്തില്ല. അപ്പം ആവശ്യമായിട്ട് വേണ്ടത് എല്ലാം മാറ്റി നിർത്തി സ്പീക്ക് ഔട്ട്, സംസാരിക്കുക. തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ സംസാരിക്കുക. കാരണം നമ്മളൊരു ഭാഷ കണ്ടിന്യൂസ്ലി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേർഡ് ബൈ വേർഡ് നമുക്ക് കണ്ടിന്യൂസ്ലി ഫ്ലോയിൽ കിട്ടും. ഇൻ കേസ് നമ്മളത് സംസാരിക്കാത്തൊരു ലാംഗ്വേജാണ്, ഞാനിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല കണ്ടിന്യൂസ്ലി എങ്കിൽ എനിക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാലും എനിക്ക് വേർഡ് ബൈ വേർഡ് ഫ്ലോ കിട്ടത്തില്ല നമുക്ക്. അതായത് ഒരു വേർഡ് കഴിഞ്ഞിട്ട് അടുത്ത വേർഡ് ഫ്ലോയിൽ വരണം, എന്നാൽ മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളെപ്പോഴും കണ്ടിന്യൂസ്ലി സംസാരിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫ്ലോ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ സംസാരിക്കാത്തൊരു വ്യക്തിയാണ്, നമ്മൾ മറ്റൊരാളായിട്ട് ഈ ലാംഗ്വേജ് സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഷൈ എല്ലാം മാറ്റി വെച്ച് സംസാരിക്കുക. അല്ലാതെ വാട്സപ്പ് വഴി നമുക്ക് എത്രമാത്രം സംസാരിക്കാൻ പഠിക്കാം
എത്രമാത്രം സംസാരിക്കാൻ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ വാട്സപ്പ് വഴി പഠിക്കുമ്പോൾ. കാരണം നമ്മൾ മറ്റൊരാളായിട്ട് സംസാരിച്ച് പഠിക്കുന്നതും അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് ഇത് ഇമ്പ്രൂവ് ആക്കുന്നതും അല്ലാതെ വാട്സപ്പിലൂടെ പഠിക്കുന്നതും തമ്മിൽ നമ്മൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സംസാരിക്കണം അല്ലെങ്കിൽ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർ സ്പീക്ക് ഔട്ട്, മറ്റുള്ളവരോട് സംസാരിക്കുക. തെറ്റായിക്കോട്ടെ, നമ്മളങ്ങനെയല്ലേ ചെറുപ്പത്തിൽ നടക്കുമ്പോൾ വീഴും എന്നും പറഞ്ഞ് പേടിച്ച് മാറിയിരുന്നാൽ നടക്കാൻ പഠിക്കില്ലായിരുന്നു അല്ലേ? നമ്മൾ പിന്നെയും സ്റ്റിൽ നമ്മൾ നടന്നു, മുമ്പോട്ട് നടന്നു, വീണു, നടന്നു, പിന്നെയും വീണു. അങ്ങനെയാണ് നമ്മൾ പിന്നെ നടക്കാൻ പഠിച്ചല്ലേ? അപ്പോൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. സോ യു ക്യാൻ ലേൺ. അപ്പം ആദ്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ഒരു ഇംഗ്ലീഷ് ലേണിംഗ് കോഴ്സ് അല്ല. ഐ ആം നോട്ട് ഗോയിങ് ടു ടീച്ച് യു എനിത്തിങ് ബിക്കോസ് ഐ ഡോണ്ട് നോ മച്ച് മോർ അബൌട്ട് ഇംഗ്ലീഷ്. ഐ ആം ഓൾസോ ലേണിംഗ്. Day by day you are learning something new. So that's it. Whatever you know, you are just speaking out. That's it. From my part, from my end, that's it. Nothing else. I'm not going to teach you anything about English. I'm also a kid, learning, still learning. അപ്പം ജസ്റ്റ് ഒരു അഡ്വൈസ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.